ഹൈ ഡിയേഴ്സ്, അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗാട്ടോ. അപ്പോൾ രാവിലത്തെ ചായയും പരിപാടിയും എല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചത്തേക്കുള്ള പരിപാടിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചക്കക്കുരു മാങ്ങയെല്ലാം ഇട്ട് കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് ചക്കക്കുരു ചിരണ്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ധ്യാനൂസനെല്ലാം വിശക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പഴം ഇരിപ്പുണ്ട്, നല്ല ഇച്ചിരി നല്ലോണം കറുത്ത് തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ പിന്നെ അതങ്ങ് വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അന്നേരം പിന്നെ ഞാൻ വിചാരിച്ചു അരിഞ്ഞിട്ടിട്ട് വാട്ടി കൊടുക്കുന്നതാണ് അവന് ഇഷ്ടം, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യുക, അരിഞ്ഞിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ്യില്ലായിരുന്നു കേട്ടോ, നെയ്യ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ സാധാ വെളിച്ചെണ്ണയിൽ തന്നെ ആക്കി കൊടുക്കുക, അവനെങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ വാശി പിടിക്കുന്ന കുട്ടിയാണ്, വാശി എന്നല്ല ഇതിൻ്റെ ഭക്ഷണ കാര്യത്തിലൊന്നും അങ്ങനെ വാശി ഇല്ല ധ്യാനൂസിന്. അന്നേരം പിന്നെ ഞാൻ വിചാരിച്ചു എണ്ണ ഒഴിച്ച് വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചേ. അന്നേരം ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ എന്താ പോലും ഇത്ര വലുതാക്കി അരിഞ്ഞ്, ഞാനിങ്ങനെ നൈസായിട്ടാട്ടോ അരിയൽ എപ്പോഴും തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ ഈശ്വര ഇങ്ങനെ വലുതാക്കി അരിഞ്ഞാൽ ഇനി അവൻ തിന്നൂലയോ എന്നല്ല, ഇങ്ങനെ ഞാനിതിങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ഓർക്കുന്നത് ഇനി എന്തായാലും ഇങ്ങനെ അരിഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനാവില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചാൽ എന്നാൽ വാട്ടിയാക്കാമെന്ന് വിചാരിച്ച് ഞാനതങ്ങ് വെച്ചേക്കും കേട്ടോ. അപ്പോൾ പെങ്ങളുടെ മോനും കൂടി ഉണ്ട് കേട്ടോ, അവനും രണ്ടാൾക്കും പഴം വാട്ടിയത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആക്കുന്ന. നാളെ വരുന്നുണ്ട് പഴം വരിക കെറ്റുവിട്ടരുക. നാളെ വന്ന് തിരിച്ചിരിക്കുവാണ്. പപ്പ ഇതാ പണിക്ക് പോകാൻ വേണ്ടി നിൽക്കുവാണ്. ഞങ്ങൾക്കും പോയി ഒന്നാണ് എപ്പോഴും പിന്നെ എന്തുകൊണ്ട് പഴം വാട്ടിയില്ല, പഴം വാട്ടിയത് ആർക്കും വേണ്ട. നമുക്ക് എന്നാൽ ഇത് എടുത്തു വെച്ചാലോ? അവിടെ ഉണ്ടോ നോക്കിയല്ലേ അന്ന് ചോദിച്ചോട്ടാ വിട്. അപ്പോൾ പ്രജീഷേട്ടൻ ധ്യാനം എന്തോ വികൃതി ഒപ്പിച്ചിട്ടോ, അതിന് ചീത്ത പറയുന്നതാണ്. പപ്പ പറയുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടം കേട്ടോ. എന്നാലോ കുരുത്തക്കേടിന് എന്തെങ്കിലും കുറവുണ്ടോ? അതുമില്ല കേട്ടോ. ഈ 2 മാസം എൻ്റെ ദൈവമേ അവൻ കാണിക്കാത്ത കുരുത്തക്കേടില്ല, ചെയ്യാത്ത പരിപാടികളില്ല, കിട്ടാത്ത അടികളില്ല കേട്ടോ. അങ്ങനെയാണ് ഈ 2 മാസം കഴിഞ്ഞു പോകുന്നത്. അന്നേരം കുരുത്തക്കടെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നാൽ കുളിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളിപ്പിക്കുമ്പോഴത്തേക്കും അവന് കാലുവേദന എടുത്തിട്ട് രക്ഷയില്ല, പിന്നെ ഭയങ്കര കാലുവേദന, തലയും കുത്തി മറിയുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് നേരം കാലൊക്കെ തിരുമ്മി കൊടുത്തു, അതിന് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഡ്രൈ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേക്കുന്നത് ഈ വെന്ത വെളിച്ചെണ്ണയില്ലേ, വെന്ത വെളിച്ചെണ്ണ നല്ലതാണ് കുട്ടികൾക്ക്. അപ്പോൾ മുഖത്തും കയ്യിലും കാലൊക്കെ തേക്കുമ്പോഴത്തേക്കും നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും പോയിട്ട് എന്നാൽ പിന്നെ വേഗം കുളിക്കാമെന്ന് വിചാരിച്ച് ഞാനും കുളിച്ച് വന്നു കേട്ടോ. അപ്പം ഞാൻ കുളിച്ച് വരുമ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു വലിയ പണി അവിടെ ഒരുങ്ങിയിരിപ്പുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ധ്യാനൂസ് വീടിൻ്റെ മുകളിൽ കയറി. അപ്പോൾ അതിന് ഞാൻ അടി കൊടുത്തിട്ട് അവൻ പിണങ്ങി കിടക്കുന്ന കേട്ടോ. അപ്പോൾ അത് എന്താ കാര്യങ്ങളെന്നെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ അവൻ്റെ അടുത്തിരുന്ന് സമാധാനിപ്പിക്കുകയെല്ലാം ചെയ്യുന്ന കേട്ടോ. എന്തൊരു കുരുത്തക്കേടാ, നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയാണോ ഗൈസ്? എൻ്റെ അമ്മോ. അതിനുശേഷം പ്രജീഷേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ചായക്ക് എന്തെങ്കിലും കടി വാങ്ങാൻ പോകാമല്ലോ എന്ന്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ പോകാമെന്ന് പറഞ്ഞു. നോക്കി എന്ത് രസാലും ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ 2-3 കൂട്ടം സാധനങ്ങൾ വാങ്ങിയിട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങളത് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനിയും വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാച്ചാ ബൈ.